ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം എത്തിയിരിക്കുകയാണ്, വെനസ്ഡേ. അപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ എൻ്റെ ഫേസിലും ശരീരത്തിലും മുടിയിലും ഒക്കെ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ഞാൻ എൻ്റെ സ്കിന്നും ഹെയറും ടോട്ടലി ഞാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ല നമ്മളിങ്ങനെ ഏജായി, നമ്മൾ ഇത്ര വയസ്സായി, അതുകൊണ്ട് ഇനി എന്തിനാണ് നോക്കുന്നത്, അതുകൊണ്ട് കാര്യമൊന്നുമില്ല, ഇത് ആരെ കാണിക്കാനാണ്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡേ അല്ല എനിക്ക്. എൻ്റെ അഭിപ്രായവും അങ്ങനെയാണ്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ആരും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ ഞാനിങ്ങനെ ഒരു എന്താ പറയുക, ടെലിവിഷൻ രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ മീഡിയയിലുള്ള ആളാണ്, അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണോ ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒന്നും വേണമെന്നില്ല. അല്ലെങ്കിൽ പോലും നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാനായിട്ട് നമ്മൾക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളോടൊരു ഇഷ്ടം തോന്നാൻ വേണ്ടി മാത്രമാണ് നമ്മളുടെ ഒരു സെൽഫ് കെയർ ചെയ്യേണ്ടത്. പിന്നെ ആരോഗ്യവും ഹെൽത്ത് ഉണ്ടെങ്കിലല്ലേ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം രണ്ടും ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ, അതായത് കളർ കൂടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കളറിൽ എന്തിരിക്കുന്നു കാര്യം എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷേ ചിലർക്കെങ്കിലും കളർ കുറഞ്ഞിരിക്കുമ്പോൾ കുറച്ചുകൂടി കളർ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ കളർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് അല്ല. കളറിനെക്കാട്ടും അപ്പുറത്തേക്ക് നമ്മുടെ സ്കിൻ ടോണാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എന്ത് സ്കിന്നാണോ ഉള്ളത് അത് കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക, ഊതിക്കാച്ചിയ പൊന്നു പോലെ എന്നൊക്കെ പറയുന്ന പോലെ കുറച്ചുകൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കുക, കുറച്ചുകൂടി ഒന്ന് നല്ല ബ്രൈറ്റാക്കി എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ പ്രധാനം. അല്ലെങ്കിൽ ഹെൽത്തി സ്കിൻ. അപ്പോൾ എന്തായാലും ഒരു 10 days ചലഞ്ച് പോലെ ഞാനൊരു കാര്യം പറയുവാണ്. അതായത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിറം വയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നിറം വയ്ക്കാം. അല്ലാത്തവർക്കാണെങ്കിൽ പോലും നല്ല സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻഡായി കിട്ടും. കളറ് കൂടുക എന്നുള്ളതിനപ്പുറത്തേക്ക് നല്ല സ്കിൻ ഹെൽത്തി ആൻഡ് ക്ലിയർ സ്കിന്നായിട്ട് വരും. അപ്പോൾ ഇതെന്താണെന്നല്ലേ, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ ആൾക്കാരും ലോക്ക്ഡൗൺ പോലെ തന്നെ വീട്ടിലിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ വെയിലത്തേക്കൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല. കാര്യം സ്കിന്നിൻ്റെ ഏറ്റവും വലിയ ശത്രുവും അതേസമയം മിനിമം നമുക്ക് സൺലൈറ്റ് കിട്ടണം. എങ്കിലും ഓവർ എക്സ്പോഷർ ടു സൺ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ദോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് എപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നുള്ള കാര്യം. എന്തായാലും ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് ഒരു നിയന്ത്രണമുള്ള സമയമായതുകൊണ്ട് ഈ 10 ദിവസത്തെ ചലഞ്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നിറം നിങ്ങൾക്ക് കിട്ടും. അതായത് ഒരു നൈറ്റ് ക്രീമാണ്, രാത്രി ഇട്ടാൽ മതി. അപ്പോൾ ഡേ ടൈമിൽ പുറത്തോട്ട് ഇറങ്ങുകയും വേണ്ട. സ്കിൻ എപ്പോഴും സൂക്ഷിക്കുക. പിന്നെ നല്ല ഭക്ഷണം കഴിക്കുക, ഹെൽത്തി ഭക്ഷണം കഴിക്കുക, പിന്നെ നിറച്ച് വെള്ളം കുടിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഈ ക്രീമും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. ഓക്കെ, അതെന്താണെന്നല്ലേ, ഇതൊരു ആൽമണ്ട് നൈറ്റ് ക്രീമാണ്. അപ്പോൾ ഈ നൈറ്റ് ക്രീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേരുവ എന്ന് പറഞ്ഞാൽ ആൽമണ്ട്സ് ആണ്. ആൽമണ്ട്സ് എന്ന് പറയുമ്പോൾ നോക്കിയേ, നമ്മുടെ ഹോൾ ആൽമണ്ട്സ്. ഓക്കെ, ഈ ആൽമണ്ട്സിനെ തലേ ദിവസം രാത്രി ഒരു 10-15 എടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുക. കുതിർന്നിരിക്കും. രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് തിളച്ച വെള്ളത്തിലേക്ക് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക എന്ന് വെച്ചാൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഒരു 2-3 മിനിറ്റ്സ് ഇട്ട് വയ്ക്കുക. ബ്ലാഞ്ചിങ് അത്രേ ഉള്ളൂ, വേവിക്കുകയല്ല. അത് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്തിട്ട് അത് സ്കിന്ന് ഇച്ചിരി നേരം വെച്ചിട്ട് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റുക. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ സ്കിന്ന് ഇളകി വരും. ഓക്കെ, അതാണ് ഞാനൊന്ന് കാണിച്ചു തരാൻ വേണമെങ്കിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കിട്ടുന്ന ആൽമണ്ട്, സ്കിൻ മാറ്റിയ ആൽമണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഈ ആൽമണ്ട്സിനെ ഞാൻ ആ രീതിയിൽ ചെയ്തിട്ട് അരച്ചെടുക്കുന്ന ആ ഒരു വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ തൊലി കളഞ്ഞെടുത്ത് നമ്മുടെ ബദാം, അപ്പോൾ ഒരു 10-15 എണ്ണം എടുക്കുക. അപ്പോൾ അരയ്ക്കാൻ കൂടുതൽ സൗകര്യം കൂടുതലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 10 വേണം. ഒരു 10 to 15 അതെടുത്തിട്ട് ഇതിപ്പോൾ സാധാരണ റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ മാറ്റി കുതിരാനായിട്ട് വെച്ചതാണ്. ഇത്രയും നേരം കുതിർന്ന് കഴിഞ്ഞു. ഇനി നമുക്കിത് മിക്സിയിൽ വെച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഒരല്പം വെള്ളവും കൂടി ആവശ്യാനുസരണം ഒഴിച്ചിട്ടാണിത് അരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നല്ല പേസ്റ്റായിട്ട് അരഞ്ഞു കഴിഞ്ഞു. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ ബദാം അല്ലെങ്കിൽ ആൽമണ്ട്സ് അരച്ചത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. അപ്പോൾ ഈ ആൽമണ്ട് ക്രീമിനെ നമ്മളൊരു അരിപ്പയിലൂടെ, ഈ അരിപ്പയിൽ ഒരു വൈറ്റ് മൽമൽ ക്ലോത്ത്, കട്ടി കുറഞ്ഞ ക്ലോത്ത് നനച്ച് പിഴിഞ്ഞിടുക. എന്നിട്ട് അതിനകത്തോടെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ അരിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ കാതലായ ഭാഗം കിട്ടും. അതായത് അതിൻ്റെ പ്യുവർ ക്രീമാണ് കിട്ടാൻ പോകുന്നത്, അതിൻ്റെ സത്ത്. പിന്നെ കിട്ടുന്നത് ഫൈബറാണ്, അതിൽ നിന്നും ബാക്കി വരുന്ന ചണ്ടി എന്ന് പറയുന്നത്. പക്ഷേ അതും നമ്മൾ കളയേണ്ട ആവശ്യമില്ല, കുറച്ചല്ലേ ഉള്ളൂ. അത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനെ അടിയിൽ പാത്രം വെച്ചിട്ടുണ്ട്. എന്നിട്ട്
ഓക്കെ, ഇതിങ്ങനെ സ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ താഴേക്ക് ഈ ക്ലോത്തിനകത്ത് കൂടി താഴേക്ക് വരും. അപ്പോൾ ഒട്ടും തന്നെ തരിയില്ലാണ്ട് കിട്ടും. അപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ നമ്മളിങ്ങനെ തുണി കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് നന്നായിട്ട് പിഴിയുക. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്തുനിന്ന് കിട്ടുന്ന ഈ ഭാഗം പൊടിഞ്ഞിരിക്കുന്നത്, ഇതൊരു ക്രീം മാതിരി തന്നെ ഇരിക്കുന്നത്. ഇത് മാറ്റി വയ്ക്കുക, ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുക ഒരു കണ്ടെയ്നറിൽ. ഇത് ആവശ്യാനുസരണം എടുത്തിട്ട് ഇച്ചിരി വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മുഖം മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്ലെൻസിങ് ആയിട്ടുള്ള കാര്യമായിട്ട് മാറും. അപ്പോൾ ക്ലെൻസ് ചെയ്യാനായിട്ട് വേറെ ഒന്നും വേണ്ട, നല്ല മോയ്സ്ചറൈസ്ഡ് ആവുന്ന ഒരു ക്ലെൻസറായിരിക്കും. അതായത് ഡ്രൈ ഔട്ട് ആകാണ്ട് നമുക്ക് നന്നായിട്ട് മുഖം ക്ലെൻസ് ചെയ്ത് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ അത് കളയേണ്ട, അതും യൂസ് ചെയ്യും. അത് ഫുൾ ഫൈബറാണ്. ഇതിന് മുന്നേ ഞാൻ ബദാം മിൽക്ക് കാണിച്ചു തന്നിരുന്നല്ലോ കഴിഞ്ഞ 2 ദിവസം മുന്നുള്ള വീഡിയോയിൽ. അതിൽ ആ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കളഞ്ഞിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ്, അത് റീയൂസ് ചെയ്യാമെന്ന് വെച്ചാൽ 2-3 കാര്യങ്ങൾ. ഒന്നെന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഫേസിലും ബോഡിയിലും ഒക്കെ ഒരു സ്ക്രബ് പോലെ യൂസ് ചെയ്യാൻ സാധിക്കും. നല്ല ഒരു ക്ലെൻസറാണ്. അത് ഒരു കാര്യം സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി ഫ്രിഡ്ജിൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ കറീസിലൊക്കെ വേണമെങ്കിൽ തിക്കനിങ് ഏജൻറ്റായിട്ട് ചേർക്കാം. ഏതെങ്കിലും കറിയിലല്ല, ഫൈബറാണല്ലോ. അപ്പോൾ അത് ഉള്ളിലേക്ക് ചെന്നാലും വളരെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു നോൺ വെജ് കറിയിലോ വെജിറ്റേറിയൻ കുറുമ പോലെയുള്ള കാര്യങ്ങളോ കറിയിലോ ഒക്കെ അത് കൂടി കലക്കി ലാസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ അതിനോടൊപ്പം ഇത് ചേർക്കാം, അല്ലെങ്കിൽ കാഷ്യൂ പേസ്റ്റ് അരച്ച് ചേർക്കുന്നതിന് പകരം ഇത് ചേർക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയേണ്ടത്, തേങ്ങയുടെ കൂടെ ഇച്ചിരി അരച്ച് ചേർക്കാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും എനി ഫോം നമുക്കത്. പിന്നെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുമ്പോൾ അതിനോടൊപ്പം ചേർക്കാം. അപ്പോൾ അത്രയും ഫൈബർ കിട്ടുമല്ലോ, അതാണ് ഒരു കാര്യം. അപ്പോൾ ബ്യൂട്ടിക്ക് മാത്രമല്ല ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ അതൊന്നും വേസ്റ്റ് അല്ല. ഇനി ഇതിൽ നിന്നും നമ്മൾ ആവശ്യാനുസരണം, അപ്പോൾ ഇത് നല്ല പ്യുവറായിട്ടുള്ള ആൽമണ്ട് മിൽക്ക്, ഇതിൽ നിന്ന് കുറച്ച് നമ്മുടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. ഓക്കെ, ഇതിപ്പോൾ ഒരു 2 ടീസ്പൂൺ. ഓക്കെ, 2 ടീസ്പൂൺ ആൽമണ്ട് മിൽക്ക്. ഇനിയാണ് ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത്, ഇത് പ്യുവർ വൈറ്റമിൻ ഇയും എല്ലാ ഗുണഗണങ്ങളും ഉള്ള കാര്യമാണ്. നമ്മൾ ആൽമണ്ട് ഓയിൽ നമ്മൾ വാങ്ങുന്നതാണ്. ഇതാകുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അലോവേറ ജെൽ, അത് ഏകദേശം ആദ്യം ഒരു ടീസ്പൂൺ, പിന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ചേർക്കാം. കുറച്ചുകൂടി ഞാനെപ്പോഴും പതാഞ്ജലിയുടെ അലോവേറ ജെല്ലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂണോളം അലോവേറ ജെല്ല് ചേർത്ത് കഴിഞ്ഞു. നോക്കാം, മിക്സി നല്ല ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറായിട്ട് വരണം. ഇതിപ്പോൾ നല്ല വാട്ടറി ആയിട്ടല്ലേ ഇരിക്കുന്നത്, പാലല്ലേ, അതിനെ നമുക്ക് ക്രീമിയാക്കി ക്രീമിയായി തുടങ്ങുന്നു. കുറച്ചുകൂടി അലോവേറ ജെൽ യൂസ് ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മളൊരു 2 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല്, ഏതാണ്ടൊരു 3 ടീസ്പൂൺ ആൽമണ്ട് മിൽക്കിൽ ചേർക്കും. ഇപ്പം നല്ല തിക്ക് ക്രീമായിട്ട് മാറിക്കൊണ്ടിരിക്കും. കാണാമല്ലോ അല്ലേ, നല്ല സ്മൂത്തായിട്ട് നല്ല മണം, സ്മൂത്ത് ക്രീം കണ്ടോളൂ. കടയിൽ നിന്നൊക്കെ വാങ്ങണ പല ടൈപ്പ് ഓഫ് ഫേസ് ക്രീംസ് ഉണ്ട്. ഇപ്പോൾ പോൺസ് ക്രീം ആകാം, പിന്നെന്താ പറയുക, നമ്മൾ നിവിയ ക്രീം, ഇങ്ങനെയൊക്കെ പറഞ്ഞ പല ക്രീംസും ഇല്ലേ, അതുപോലെ ഒരു ക്രീം പോലെ ആയി. ഇത് നമ്മളുടെ ഹോം മെയ്ഡ് ആൽമണ്ട് ആൻഡ് അലോവേറ മിക്സ്ഡ് ആൽമണ്ട് ക്രീം. ഓക്കെ, ഇനി ഇതുപോലൊരു കണ്ടെയ്നർ, ഇതുപോലത്തെ കണ്ടെയ്നേഴ്സ് എല്ലാം ആമസോണിൽ വാങ്ങാൻ കിട്ടും, ഇഷ്ടംപോലെ കിട്ടും. ഓക്കെ, അതൊരു സെറ്റായിട്ട് തന്നെ കിട്ടും. അത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഹോം മെയ്ഡായിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാം. ഇതിനകത്തേക്ക് ഇത് ഞാനിപ്പോൾ ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ളൂ. ഈ ഒരു കണ്ടെയ്നറിൻ്റെ പകുതി, അതായത് 3 ടീസ്പൂൺ ആൽമണ്ട് മിൽക്കും പിന്നെന്താ ഒരു 2 ടേബിൾ സ്പൂൺ അലോവേറ ജെൽ, ഇത്രയേ ഉള്ളൂ. ഇത് നിറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു അല്പം കൂടി മതിയാകും. ഇനി ഈ ഒരു ക്രീം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓക്കെ, ബ്യൂട്ടിഫുൾ ക്രീം, ഒരു അടപ്പ് പിന്നൊരു അടപ്പ്, ഇങ്ങനെ ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക, താഴത്തെ തട്ടിൽ. ഒരാഴ്ച 2 ആഴ്ച വരെ ഇതൊരു കുഴപ്പമില്ലാണ്ടിരിക്കും, 2 വീക്സോളം. കാര്യം ഇത് ഫ്രഷ് ആയിട്ടുള്ള ആൽമണ്ട്സ് ആയതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറയുന്നത്. ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇത് തീരുമ്പോൾ അടുത്ത ലോട്ട് ഉണ്ടാക്കിയാൽ മതി. നമ്മളിപ്പോൾ അരച്ചെടുക്കുന്നതിൽ കുറച്ച് ചാറ് കൂടുതലുണ്ടാകും, ദാറ്റ് ഈസ് മിൽക്ക് ഉണ്ടാകും. അത് ഇതുപോലെ വേറൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഇതേപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. 2 ആഴ്ച കഴിഞ്ഞിട്ട് അത് വെച്ചിട്ട് വീണ്ടും ഇതുപോലെ ക്രീം നമുക്ക് തയ്യാറാക്കാം. അങ്ങനെ നമ്മളുടെ വൈറ്റനിങ് നൈറ്റ് ക്രീം റെഡി. ക്ലിയർ സ്കിൻ, ബ്യൂട്ടിഫുൾ സ്കിൻ, ആൻറ്റി ഏജിങ് സ്കിൻ എല്ലാം ആകും. ഇനി ഇത് ഉപയോഗിച്ച് കാണിക്കണ്ടേ. അപ്പോൾ
മേക്കപ്പ് ഫ്രീ ആയിട്ടുള്ള ഫേസിൽ, ഇപ്പോൾ മേക്കപ്പ് ഒന്നുമില്ല എൻ്റെ മുഖത്ത്, അതിനകത്തേക്ക് എന്താ ചെയ്യണ്ടേ, ഇതിൽ നിന്നും കുറച്ച് രാത്രി കിടക്കുന്നതിന് മുന്നേ മുഖമെല്ലാം മേക്കപ്പെല്ലാം മാറ്റിയിട്ട്, അപ്പോൾ ഇതിന് മുന്നേ പല ടൈപ്പ് ഓഫ് കാര്യങ്ങൾ ഞാൻ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ വൈറ്റമിൻ സിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, നൈറ്റ് ക്രീം വേറെയും ഞാൻ കാണിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് മാറി മാറി ഉപയോഗിക്കാം. പക്ഷേ വൈറ്റമിൻ സി ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും പുരട്ടണം. അപ്പോൾ വൈറ്റമിൻ സി പുരട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഫേസ് സെറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പുരട്ടി കഴിഞ്ഞിട്ട് പിന്നെ മതി ഇത്. ഓക്കെ, ഇത് ഒരു നൈറ്റ് ക്രീം, ജസ്റ്റ് സ്പോട്ടിങ്, ഇത്ര മതിയാകും ധാരാളം. ഇങ്ങനെ നന്നായിട്ട് സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് നല്ല ആൽമണ്ടിൻ്റെ ഗുണവും അലോവേറയുടെ ഗുണവും കിട്ടും. അപ്പോൾ നല്ല വൈറ്റമിൻ ഇ എല്ലാം നന്നായിട്ട് സിങ്കും എല്ലാ കാര്യങ്ങളും ഉള്ളിലേക്ക് പോകും. അലോവേറയ്ക്കാണെങ്കിലും മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി ഉണ്ട്. ഇതുപോലെ അടയാളങ്ങളൊക്കെ മാറ്റാനും സ്കാർസ് പിന്നെ ഇതെല്ലാം മാറ്റാനുള്ള കഴിവുണ്ട്. പിന്നെ ഇതുകൂടാണ്ട് മോയ്സ്ചറൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്, സ്കിൻ ഈവൺ ആക്കാനുള്ള കഴിവുണ്ട്. ആക്നെ മുതലായ കാര്യങ്ങളൊക്കെ, അത് കാര, കുരു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാണ്ട് സൂക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ക്രീം, ഈ നൈറ്റ് ക്രീം, വൈറ്റനിങ് നൈറ്റ് ക്രീം ഒരു 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് നോക്കും. ഒരു 10 days ചലഞ്ചാണ്. നിങ്ങളിത് കംപ്ലീറ്റ് ആയിട്ട് പാലിക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. രാത്രി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ വൈറ്റമിൻ സി പുരട്ടുന്നതിൽ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഫേസിൽ ഇടുന്ന നൈറ്റ് ഫേസ് സെറത്തിനെ കുറിച്ച് ഞാൻ മുന്നേ നമ്മൾ ഉണ്ടാക്കിയത് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാമതായിട്ട് നമ്മുടെ ഈ ഒരു നൈറ്റ് ക്രീം, ആൽമണ്ട് ക്രീം, ഇതുകൂടി വൈറ്റനിങ് ക്രീം കൂടി തേച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക. അത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഒന്നും സംഭവിക്കില്ല. രാവിലെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് സ്കിന്നൊക്കെ നല്ല റിഫ്രഷ്ഡ് ആയിട്ട് വരും. രാവിലെ നോർമലായിട്ട് വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ പുരട്ടുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. 10 days ചെയ്ത് നോക്കും, നല്ലൊരു മാറ്റം ഉണ്ടാകും. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരണം. ഓക്കെ, ഇത് പുരട്ടിയപ്പോൾ തന്നെ മുഖം ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ തിളങ്ങുന്ന കണ്ടില്ലേ? ഓക്കെ, എന്തായാലും ഫീഡ്ബാക്ക്സ് തരിക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.